തിരുവനന്തപുരത്ത് കാർ നിയന്ത്രണം വിട്ട അപകടം. കാർ ഡിവൈഡറിലിടിച്ച് എതിർവശത്തു നിന്നു വന്ന ബൈക്കിലും ഓട്ടോയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ജനറൽ ഹോസ്പിറ്റലിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഇപ്പോൾ ഇതാ സംഭവ സ്ഥലത്ത് നിന്നും അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, എപ്പോഴായിരുന്നു ഒരു അപകടം സംഭവിച്ചത്? യാത്രക്കാരുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്താണ് അപകട കാരണമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? കുറച്ചു നേരം മുമ്പാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ സമീപത്തുള്ള ഈ പള്ളിയുടെ സമീപത്ത് വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ഈ എതിർവശത്തു നിന്ന് വന്ന, അതായത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പാറ്റൂരേക്ക് വന്ന ഒരു കാർ ഈ ഡിവൈഡറിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ തട്ടി എതിർദിശയിലേക്ക് വരികയായിരുന്നു. എതിർദിശയിൽ നിന്ന് വന്ന ഒരു ബൈക്കിലും ഓട്ടോയിലും കയറുകയായിരുന്നു. ഈ അപകടത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബൈക്കിൽ ഈ കാർ വന്നിടിച്ച സമയത്ത് ബൈക്ക് യാത്രികന്റെ കാല് തൊട്ടപ്പുറത്തെ പള്ളിയുടെ പറമ്പിലേക്ക് തെറിച്ചു താഴേക്ക് ഓട്ടോയിൽ ഇടിക്കുന്നത്. ഓട്ടോയിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 3 പേർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ തരത്തിൽ ഈ ഓട്ടോ പൂർണ്ണമായും തന്നെ ഈ ഓട്ടോ നാശമായിട്ടുണ്ട്. ഈ കാറിലെത്തിയവർ മദ്യപിച്ചിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത്. ഡിവൈഡറെ തട്ടി, നിയന്ത്രണം വിട്ട് ഈ ഡിവൈഡറെ തട്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയായിരുന്നു. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ഈ അപകടം? വരികയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിൽ പോയ 2 വണ്ടിയാണ്, ഈ കാറും ഓട്ടോയും ഒരു ബൈക്കും ഈ ഓട്ടോയും കൂടിയാണ് ഫ്രണ്ടിലോട്ട് പോയിരുന്നത്. ആ സമയത്ത് ഈ കാർ ഈ ടേൺ എടുത്ത് വന്നു കഴിഞ്ഞ് പുള്ളിക്കാരൻ കട്ട് ചെയ്താണ്, ഓവർ സ്പീഡായിരുന്നു. അവിടെ വന്ന് ഈ ഡിവൈഡറിൽ ഇടിച്ച് നേരെ തെന്നി ആദ്യം ബൈക്കാരനെ ഇടിച്ചു, രണ്ടാമത് ഈ ഓട്ടോനെ ഇടിച്ച് വണ്ടി അവിടെ സ്റ്റോപ്പായിരുന്നു. അപ്പോഴത്തേക്കും ഞാനും പിന്നെ 2 വണ്ടികളും കുറച്ചുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ നിർത്തി വന്ന് പിന്നെ ഇവരെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് പുള്ളിക്കാരൻ അവിടെ ബ്ലീഡിംഗ് ആയിട്ട് ആ പോയിന്റ് അവിടെ കിടക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കാലില്ലായിരുന്നു. ഓട്ടോക്കാർക്കും കുറച്ച് സ്ട്രക്ചേഴ്സും കുറച്ച് റിസ്ക് ആയിട്ടായിരുന്നു. പിന്നെ ഒരു അമ്മയും മോനുമാണ് സഞ്ചരിച്ചില്ല. ആ മോന്റെ തല പൊട്ടിയിട്ട് പുള്ളിക്കാരനെ ഞങ്ങൾ പെട്ടെന്ന് മാറ്റി ആ സൈഡിലോട്ട് കിടത്തി. അമ്മേനെ, ഓട്ടോക്കാരനെ വണ്ടിയിൽ നിന്ന് അനക്കില്ലായിരുന്നു, അവിടെ തന്നെ വെച്ചിരുന്നു. കാരണം ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് ഒരു പെയിനാണ്. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ല, അമ്മ മോനെ കണ്ടുകൊണ്ട് ചാടി ഇറങ്ങി വന്നിരുന്നു. ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഞങ്ങള് ആദ്യം ഫസ്റ്റ് പുള്ളിക്കാരൻ ഒരു ആംബുലൻസ് കയറ്റി വിട്ടായിരുന്നു. വിട്ട് കഴിഞ്ഞ് പിന്നെ നോക്കുന്നത് ആംബുലൻസ് ഒന്നും കാണുന്നില്ല. ഒരു എസ്കോർട്ട് പോയ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആംബുലൻസ് ആയിട്ട് വന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല. ആ എസ്കോർട്ട് എന്ന വണ്ടിയെ വിട്ടു. ആ വണ്ടിയിലാണ് ഞങ്ങൾ രണ്ടാമത് മകനെ കയറ്റി വിട്ടു, അമ്മേനെ കൂടി കയറ്റി വിട്ടു, പുള്ളിക്കാരനെ കയറ്റി വിട്ടു. പിന്നെ ഓട്ടോക്കാരൻ രണ്ടാമത് ഒരു ആംബുലൻസ്. ഈ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഇവിടെ തുറന്നു നോക്കിയപ്പോഴേക്കും മദ്യപിക്കുകയും കാര്യങ്ങളെല്ലാം അതിന്റെ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു കാറിൽ? 2 പേരെ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അവസാനം ഒരു പോലീസുകാർ വന്നു, അവരെ കയറ്റി അവരെ കൊണ്ടുപോയി. ഞങ്ങൾ ഈ ഇത്രയും റെസ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്കാരന്റെ കാലൊന്നും മിസ്സായെന്ന് പിന്നെയാണ് വന്ന ആൾക്കാരെല്ലാം വഴി അറിഞ്ഞത്. അതായപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് തുടങ്ങി. അപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ കാല് ഇവിടെ ഫുള്ള് നോക്കി. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ബൈക്ക് യാത്രികന്റെ കാല് പൂർണ്ണമായും മുറിഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ട്. ആ കാലും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിരുന്നു എന്നൊരു വിവരവും കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാർ അമിത വേഗതയിലായിരുന്നു. ഡിവൈഡറിൽ തട്ടിയാണ് ഈ കാറ് മറിഞ്ഞ് ഇപ്പോൾ കാർ അപകടത്തിൽപ്പെടുകയും അത് ഈ ഓട്ടോയും ബൈക്കിനെയും ഒക്കെ ഇടിക്കുകയും കൂടി ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഈ ഒരു സമയം അല്പം മുമ്പാണ് ഈ അപകടം ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം സംഭവിച്ചിരിക്കുന്നത്. ഈ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം വളരെ വലിയ തരത്തിലുള്ള ട്രാഫിക് ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു റോഡ് കൂടിയാണ്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് ഈ ഡ്രൈവർ, ഈ കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നു എന്ന വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അമിത വേഗതയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. കാറ് ഡിവൈഡറിൽ തട്ടി നിയന്ത്രണം വിട്ട് ഓട്ടോയും ബൈക്കിനും ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികന്റെ കാലാണ് ഇപ്പോൾ അതിൽ മുറിഞ്ഞു പോയിരിക്കുന്നത്. കാല് പൂർണ്ണമായും മുറിഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് അവിടുന്ന് ധാരാളം ആളുകൾ, നാട്ടുകാരൊക്കെ കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായിട്ടുണ്ട്. അഞ്ജു ഒരിക്കൽ കൂടി ചേർന്നു. അഞ്ജു, എന്തായാലും ഈ വളരെ വലിയ തരത്തിലുള്ള അപകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അഞ്ജു, അവിടെയുള്ള ദൃക്സാക്ഷികൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കൂടുതലായി? സിന്ദൂരി, അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്?
ഞാൻ ആ ഡയറക്ഷനിൽ വരുമായിരുന്നു. അപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്താറായപ്പോഴത്തേക്കാണ് ഈ ഓട്ടോയും ഒരു ബൈക്കും കൂടിയാണ് എൻ്റെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ കർവി വെച്ച് ഒരു കാറ് കൺട്രോൾ തെറ്റി നേരെ വന്ന് ഈ ബൈക്കിൽ ഫസ്റ്റ് ഇടിച്ചു. അതിനുശേഷം നേരെ വന്ന് ഈ ഓട്ടോയിൽ ഇടിച്ച് സ്റ്റോപ്പായി അവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി, ഞാൻ പുറകെ വരുന്നതുകൊണ്ട് വണ്ടി അവിടെ നിർത്തി. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഈ 2 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊരു ബൈക്കിൽ ഒരാളെ ഉള്ളുമായിരുന്നു. പുള്ളിക്കാരൻ അവിടെ കിടക്കുമായിരുന്നു. അവിടെ കിടന്ന് പുള്ളിക്കാരൻ കുറേ ബ്ലീഡിങ് കാര്യങ്ങളാണ്. നോക്കിയപ്പോഴേ ആ പുള്ളിക്കാരൻ ഒരു കാല് ഫുള്ളി ഇല്ല, ഒന്നുമില്ല. അപ്പോഴേ ഞാൻ തന്നെ അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിർത്തി. ഞങ്ങൾ പിന്നെ റെസ്ക്യൂ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ഈ കാറിനെ ഫസ്റ്റ് നോക്കിയപ്പോഴേ ഈ കാറിൽ 2 യുവാക്കളായിരുന്നു. പുള്ളിക്കാരന്മാർ 2 പേരും മദ്യപിച്ചിട്ടുണ്ട്, മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ഓട്ടോയിൽ ഒരു അമ്മയും മകനും പിന്നെ ഒരു ഓട്ടോക്കാരനുമായിരുന്നു. അവർക്ക് 2 പേർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. മകന് തലയൊക്കെ പൊട്ടി. പിന്നെ ഞങ്ങൾ ഈ ഗ്യാപ്പും ഇങ്ങനെ ആയതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇറക്കി. കാരണം പുള്ളിക്കാരൻ ഓപ്പൺ എയർ ആയതുകൊണ്ട് അവർക്ക് റെസ്ക്യൂ കുഴപ്പമില്ല. ബൈക്കാരൻ തിരിച്ചങ്ങോട്ടാണ് നിന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവർക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അവരെ നോക്കില്ല. പിന്നെ നേരെ ഓട്ടോക്കാരായി ഞങ്ങൾ. അപ്പോഴത്തേക്കും അമ്മേനെ ഞങ്ങൾ പുറത്തിറക്കി. അത് കഴിഞ്ഞ് മകനെ ഇറക്കി ഞങ്ങൾ സൈഡിൽ ഇരുത്തി. പുള്ളിക്കാരൻ ഡ്രൈവറിന് കാല് ഫ്രാക്ചറുണ്ട്, ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുത്തിയായിരുന്നു. മകൻ ആ സൈഡിലും കിടത്തി. അമ്മേനെ ഞങ്ങൾ ഇവിടെ ഇരുത്തുകയും ചെയ്തു. പിന്നെ ഒരു ആംബുലൻസ് ആദ്യം വന്ന് ഞങ്ങൾ അതിൽ ആ ബൈക്കാരനെ കയറ്റി വിട്ടു. അപ്പോഴും പുള്ളിക്കാരൻ്റെ ഒരു കാല് കാണുന്നില്ല, മിസ്സിംഗ് ആണ്. ഞങ്ങളത് നോക്കിയില്ല. അപ്പോൾ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ക്രൗഡും കൂടി എല്ലാവരും അറിഞ്ഞ് പെട്ടെന്ന് വന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കയറ്റി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എസ്കോട്ട് പോയൊരു ആംബുലൻസ് നിന്ന് ആ ആംബുലൻസ് നിർത്തി അതിൽ ഈ അമ്മേനെയും മകനെയും കൂടി ഞങ്ങൾ കയറ്റി വിട്ടു. അപ്പോൾ അത് കയറ്റി നിർത്താൻ പിന്നെ അതും ആ വണ്ടിയും ആംബുലൻസും അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് തൊട്ട് പുറകിൽ അടുത്ത ആംബുലൻസ് ഉണ്ട്, അതിൽ ഈ ഡ്രൈവറിനെയും കൂടി കയറ്റി വിട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു ഈ പുള്ളിക്കാരൻ്റെ ഒരു കാല് കാണാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ സെർച്ചിങ് തുടങ്ങി. അങ്ങനെ ഈ വണ്ടികളൊക്കെ നീക്കിയും ഇവിടെ ഫുള്ള് ഞങ്ങൾ നോക്കി. അവിടെയാണ് വണ്ടി ഇടിച്ചത്. ആ സമയത്ത് ഞങ്ങൾ ആ ലൊക്കാലിറ്റി നോക്കി ഈ വണ്ടിയുടെ അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് വണ്ടികൾ ഞങ്ങളെല്ലാം കൂടി മറിച്ചും നീക്കി നോക്കുകയും ചെയ്തു. പക്ഷേ ഒരിടത്തും കണ്ടില്ല. അവസാനം നോക്കിയപ്പോൾ ആ മതിലിൽ ഒരു ചതയൊരു പീസ് ഒട്ടിയിരിക്കുന്നു. ബ്ലഡിൻ്റെ സ്റ്റെയിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 2 പേര് ഇവിടെ ചാടി ഇറങ്ങി നോക്കിയപ്പോഴേ അവിടെയാണ് വണ്ടി ഇടിച്ചത്. ബട്ട് കാല് കിടന്നത് ഇവിടെ വെച്ചാൽ മുട്ടിൻ്റെ താഴെ വെച്ച് കാലില്ല. ആ കാല് തെറിച്ച് അവിടെയാണ് പോയി വീണത്. പിന്നെ ഞങ്ങൾ ചാടി ഇറങ്ങിയാണ് അതെടുത്ത് പുള്ളിക്കാരന് ഒരു പോലീസിൻ്റെ ജീപ്പ് വന്ന് അതിൽ കയറ്റിയത്. അമിത വേഗതയിൽ തന്നെയായിരുന്നു അല്ലേ ഈ കാർ വന്നത്? അത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ കൊളീഷന് ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോൾ പെട്ടെന്നൊരു കാറിങ്ങനെ ഈ ഇപ്പോൾ വരുന്നില്ലേ ഈ ലോറിയൊക്കെ വരുന്ന പോലെ ഈ സ്പീഡിൽ കുറച്ച് സ്പീഡായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. സൗണ്ട് കേട്ടാണ് ഞാൻ നോക്കിയത്. ആ സമയത്ത് ഇവിടുന്ന് ആ പോസ്റ്റിൽ പോലും ഇടിച്ചില്ല. അവിടെ നേരെ തെറിച്ചിപ്പുറത്ത് വന്ന് ഒറ്റ ഇടിയായിരുന്നു. ഈ ഇടിയുടെ സൗണ്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഇവിടുന്ന് വരികയായിരുന്നു. ആ സമയത്ത് ഇടിച്ച സൗണ്ട് കേട്ട് പുള്ളിക്കാരന് വീണ് നേരെ വന്ന് ഈ ഓട്ടോയിൽ ഇടിച്ച്. അപ്പോൾ കുറച്ചും കൂടി സൗണ്ട് കൂടി. നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏതെങ്കിലും വണ്ടി ഇടിച്ചാൽ നമ്മൾ അറിയത്തില്ല. സൗണ്ട് കേട്ടല്ലേ നമ്മൾ അറിയാവുന്നത്. അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സൗണ്ട് കേട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ്. കാരണം ഞാൻ ആ ഡിസ്റ്റൻസ് ആയിരുന്നു. അവിടെ ഇങ്ങനെ ഡിസ്റ്റൻസിൽ വന്ന് അവിടെ നിന്ന് നോക്കിയപ്പോഴേക്കും സൗണ്ട് കേട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഇവിടെ നേരെ കാറ് ഇപ്പുറം ചാടിയതും ഈ ബൈക്കാരനെ ഇടിച്ചതും. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഓട്ടോയിൽ ഇടിച്ച് അവിടെ നിന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇട്ട് അടുത്ത വണ്ടികൾ എന്തെങ്കിലും പോയേനെ, അതറിയത്തില്ല. ഞാൻ 2 വണ്ടി തന്നെയാണ് സിദ്ധൂരി ഇവർ പറയുന്നത്. വലിയൊരു അപകടം തന്നെയായിരുന്നു. ഈ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ് ഇവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ആ കാറിൽ നിന്നടക്കം മദ്യക്കുപ്പികളടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ പോലീസ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഓട്ടോയൊക്കെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണുള്ളത്. ഓട്ടോയിൽ 2 യാത്രക്കാരും ഈ ഓട്ടോ ഡ്രൈവറും 2 യാത്രക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് ഈ ബൈക്ക് യാത്രികനാണ്. ബൈക്ക് യാത്രികൻ്റെ ഒരു കാൽ പൂർണ്ണമായും തന്നെ മുറിഞ്ഞുപോയി. അത്രയും ഭീകരമായ ഒരു അപകടം തന്നെയാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ സമീപത്തുണ്ടായത്. അമിത വേഗതയിലാണോ വാഹനം വന്നത് എന്നൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഒരു ഇറക്കമാണ്. എന്തായാലും ഇവർ മദ്യപിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ വാഹനത്തിൽ നിന്ന്, ഈ കാറിൽ നിന്ന് മദ്യക്കുപ്പി അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അതുപോലെ തന്നെ യാത്രക്കാരും ചേർന്നിട്ടാണ് ഇവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അടക്കം ഏകോപിപ്പിക്കുകയും ഈ ആളുകളെ ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കുകയും ചെയ്തത്. വലിയൊരു അപകടം തന്നെയാണ്. ഈ സമീപത്തുള്ള പള്ളീൻ്റെ മതിലാണുള്ളത്. ഈ മതിലടക്കം ചോരയും അതുപോലെ തന്നെ ഈ കാർ യാത്രക്കാരൻ്റെ ഈ മാംസമടക്കം മുട്ടി പതിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അത്രയും വലിയൊരു അപകടം തന്നെയായിരുന്നു ഈ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്ത് കുറച്ച് നേരം മുമ്പ് ഉണ്ടായത്. സിന്ധൂരി,
ശരി അഞ്ചു പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു അപകടത്തിനാണ് ഈ വൈകുന്നേരം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ സമീപത്താണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടുവന്ന കാറ് ഓട്ടോയിലും ബൈക്കിലും ഇടിച്ചത്. ബൈക്ക് യാത്രികന്റെ കാല് പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട്. ഓട്ടോയിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിരിക്കുന്നു. ഈ കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നു എന്നൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കാറ് അമിത വേഗതയിലായിരുന്നു എന്നൊരു സംശയം കൂടിയുണ്ട്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പരിക്കേറ്റവരെയെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.